വായനാ ദിനം എപ്പോൾ ആചരിക്കുന്നു? ഉത്തരം ജൂൺ 19. കേരളത്തിൽ വായനാ ദിനത്തിന് പ്രചോദനമായ വ്യക്തി ആരെ? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കറിനെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം കേരള ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പിതാവ്. വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്ത്? അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. വായനാ ദിനത്തിന് ശേഷം ആചരിക്കുന്ന ആഴ്ച ഏത്? ഉത്തരം വായനാ വാരം. പുസ്തകങ്ങളെ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവ അറിവും നല്ല മൂല്യങ്ങളും നൽകുന്നതിനാൽ. ഒരു നല്ല വായനാശീലം എപ്പോൾ മുതൽ വളർത്തണം? ഉത്തരം ബാല്യകാലം മുതൽ. വായനയിലൂടെ ഭാഷാപരമായ ഏത് കഴിവാണ് മെച്ചപ്പെടുന്നത്? ഉത്തരം പദസമ്പത്ത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ആരുടേതാണ്? ഉത്തരം പി.എൻ. പണിക്കർ. ഡിജിറ്റൽ പുസ്തകങ്ങളെ എന്താണ് വിളിക്കുന്നത്? ഇ-ബുക്ക്. കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചതിന്റെ കാരണം എന്താണ്? ഉത്തരം പി.എൻ. പണിക്കരുടെ സ്മരണക്കായി. പി.എൻ. പണിക്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്നു? ഉത്തരം ഗ്രന്ഥശാലാ പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യ നോവൽ ഏത്? ഉത്തരം കുന്തലത. കേരള ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പി.എൻ. പണിക്കർ. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥശാല എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. മലയാള ഭാഷയുടെ പിതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ പ്രസിദ്ധ കൃതി ഏത്? ഉത്തരം ആധ്യാത്മരാമായണം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ലോക പുസ്തക ദിനം ഏത് തീയതിയിലാണ്? ഏപ്രിൽ 23. മലയാളത്തിലെ മഹാകവി ആര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആര്? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ഏത് മേഖലക്കാണ്? ഉത്തരം സാഹിത്യം. ഇന്ത്യയുടെ ദേശീയ പുസ്തക ട്രസ്റ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം നാഷണൽ ബുക്ക് ട്രസ്റ്റ്. മലയാളത്തിലെ ആദ്യ മാസം ഏത്? ഉത്തരം ചിങ്ങം. നാലുകെട്ട് എഴുതിയത് ആര്? ഉത്തരം എം.ടി. വാസുദേവൻ നായർ. മലയാളത്തിലെ പ്രശസ്ത കവയിത്രി ആര്? ഉത്തരം ബാലാമണി അമ്മ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഗംഗാ ഡോൾഫിൻ. മലയാളത്തിലെ പ്രശസ്ത നാടകകൃത്ത് ആര്? ഉത്തരം എൻ. കൃഷ്ണപിള്ള. മലയാളത്തിലെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരൻ ആര്? ഉത്തരം സഞ്ജയൻ. മലയാളത്തിലെ ആദ്യ പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം.